വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം. പറക്കുമ്പോൾ യേശു വീണ്ടും ഉപമാരീതിയിൽ ഇപ്രകാരം പറഞ്ഞു: തൻ്റെ പുത്രനു വേണ്ടി കല്യാണ വിരുന്ന് നടത്തിയ രാജാവായ ഒരു മനുഷ്യനോട് സ്വർഗരാജ്യം സാമ്യമുള്ളതാകുന്നു. വിവാഹ വിരുന്നിനുള്ള ക്ഷണിതാക്കളെ വിളിപ്പാൻ അയാൾ ദാസന്മാരെ അയച്ചു. അവരോ വരുവാൻ ഇഷ്ടപ്പെട്ടില്ല. ഇതാ വിരുന്ന് തയ്യാറായിരിക്കുന്നു, കാളകളെയും പുഷ്ടിയുള്ള മൃഗങ്ങളെയും കൊന്നിരിക്കുന്നു, സർവവും സജ്ജമായിരിക്കുന്നു, വിരുന്നിനായി വരുവിൻ എന്ന് ക്ഷണിതാക്കളോട് പറവിൻ എന്നു പറഞ്ഞ് അയാൾ തൻ ദാസന്മാരെ വീണ്ടും അയച്ചു. എന്നാൽ അവർ അത് നിരസിച്ച് ചിലർ അവരുടെ വയലിലേക്കും ചിലർ തങ്ങളുടെ വ്യാപാരത്തിനായും പോയി. ശേഷം ചിലർ അയാളുടെ ദാസന്മാരെ പിടികൂടുകയും അപമാനിക്കുകയും കൊല്ലുകയും ചെയ്തു. രാജാവ് ഇത് കേട്ടപ്പോൾ കോപിച്ച് തൻ്റെ സൈന്യത്തെ അയച്ച് ആ കൊലയാളികളെ നശിപ്പിച്ചു. അവരുടെ പട്ടണം അഗ്നിക്കിരയാക്കുകയും ചെയ്തു. പിന്നെ അയാൾ തൻ്റെ ദാസനോട് വിരുന്ന് തയ്യാറായിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ അർഹരായില്ല. ആകയാൽ വഴിക്കവലകളിൽ ചെന്ന് കണ്ടുകിട്ടുന്ന ഏവരെയും സദ്യയ്ക്ക് ക്ഷണിപ്പിൻ എന്നു പറഞ്ഞു. ആ ദാസന്മാർ വഴികളിൽ ചെന്ന് കണ്ടെത്തിയ എല്ലാവരെയും, ദുഷ്ടന്മാരെയും നല്ലവരെയും കൂട്ടിക്കൊണ്ടുവന്നു. വിരുന്നു ഭവനം ഭക്ഷണത്തിനിരിക്കുന്നവരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ കാണുവാൻ രാജാവ് പ്രവേശിച്ചു. അവിടെ കല്യാണ വസ്ത്രങ്ങൾ ധരിച്ചിട്ടില്ലാത്ത ഒരുവനെ കണ്ടു. അവനോട്: എൻ്റെ സ്നേഹിതാ, നിനക്ക് കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ നീ എങ്ങനെ പ്രവേശിച്ചു എന്നു ചോദിച്ചു. അവനോ മിണ്ടാതിരുന്നു. അപ്പോൾ രാജാവ് ഭൃത്യരോട് പറഞ്ഞു: അവൻ്റെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുവിൻ. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. വിളിക്കപ്പെട്ടവർ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. അനന്തരം പരീശന്മാർ പോയി യേശുവിനെ വാക്കിൽ കുടുക്കേണ്ടത് എങ്ങനെ എന്നാലോചിച്ചു. ഹെരോദ്യരോടുകൂടെ സ്വശിഷ്യന്മാരെയും അവർ അയച്ചു. അവർ തന്നോട്: ഗുരു, അങ്ങ് സത്യവാനാകുന്നു, ദൈവമാർഗത്തെ അങ്ങ് സത്യമായി പഠിപ്പിക്കുന്നു. അങ്ങ് മുഖപക്ഷമില്ലാത്തവനാകയാൽ ആരുടെയും താല്പര്യം നോക്കുന്നുമില്ല എന്ന് ഞങ്ങൾക്കറിയാം. കൈസറിനു വേണ്ടി തലവരി കൊടുക്കുന്നത് ശരിയോ അല്ലയോ? അങ്ങേക്ക് എന്ത് തോന്നുന്നു? ഞങ്ങളോട് പറഞ്ഞാലും എന്ന് പറഞ്ഞു. യേശു അവരുടെ ദുഷ്ടത മനസ്സിലാക്കി അവരോട്: കപടഭക്തരെ, നിങ്ങൾ എന്തിന് എന്നെ പരീക്ഷിക്കുന്നു? തലവരിക്കുള്ള ദീനോറോ എന്നെ കാണിപ്പിൻ എന്നു പറഞ്ഞു. അവർ ഒരു ദീനോറോ തൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരോട്: ഈ രൂപവും എഴുത്തും ആരുടേത് എന്ന് ചോദിച്ചു. കൈസറിൻ്റേത് എന്നവർ പറഞ്ഞു. താൻ അവരോട്: അങ്ങനെയെങ്കിൽ കൈസറിൻ്റേത് കൈസറിനും ദൈവത്തിൻ്റേത് ദൈവത്തിനും കൊടുപ്പിൻ എന്ന് പറഞ്ഞു. അവർ ഇത് കേട്ട് അത്ഭുതപ്പെട്ടു പോയി. അവർ തന്നെ വിട്ടുപോയി. മരിച്ചവർക്ക് പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന സാദൂക്യരും അന്നു തന്നെ തൻ്റെ അടുത്തെത്തി തന്നോട് ചോദിച്ചു: ഒരുവൻ മക്കളില്ലാതെ മരിച്ചു പോയാൽ അവൻ്റെ ഭാര്യയെ അവൻ്റെ സഹോദരൻ വിവാഹം ചെയ്ത് സഹോദരനു വേണ്ടി സന്തതിയെ ഉൽപ്പാദിപ്പിക്കാം എന്ന് മോശെ നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ അടുത്ത് 7 സഹോദരന്മാരുണ്ടായിരുന്നു. ഒന്നാമൻ വിവാഹം ചെയ്തു മരിച്ചുപോയി. അവന് മക്കളില്ലാതിരുന്നതിനാൽ സഹോദരനായിട്ട് തൻ്റെ ഭാര്യയെ ശേഷിപ്പിച്ചു. രണ്ടാമനും മൂന്നാമനും 7-ാമൻ വരെ ഇങ്ങനെ സംഭവിച്ചു. എല്ലാറ്റിലും അവസാനം ആ സ്ത്രീയും മരിച്ചു. ആകയാൽ പുനരുത്ഥാനത്തിൽ ഇവൾ ഈ 7 പേരിൽ ആരുടെ ഭാര്യയായിരിക്കും? എന്തെന്നാൽ എല്ലാവരും അവളെ പരിഗ്രഹിച്ചതാണല്ലോ. യേശു അവരോട്: ദൈവശക്തിയും തിരുവെഴുത്തുകളും അറിയായ്കയാൽ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നു. എന്തെന്നാൽ മരിച്ചവർ പുനരുത്ഥാനം ചെയ്യുമ്പോൾ അവർ വിവാഹം ചെയ്യാറില്ല. സ്ത്രീകൾ പുരുഷന്മാർക്ക് ഭാര്യമാരുമാകുന്നുമില്ല. പിന്നെയോ അവർ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മാലാഖമാരെ പോലെയാണ്. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് നിങ്ങളോട് ദൈവം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതായത്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവും എന്ന് താൻ പറഞ്ഞു. ദൈവം മൃതരുടെയല്ല, ജീവനുള്ളവരുടേതാകുന്നു. പുരുഷാരം ഇത് കേട്ടപ്പോൾ തൻ്റെ പ്രബോധനത്തെക്കുറിച്ച് വിസ്മയിച്ചു. താൻ സാദൂക്യ മിണ്ടടക്കി എന്ന് പരീശന്മാർ കേട്ടപ്പോൾ പരീശന്മാർ ഒരുമിച്ച് കൂടി.
അവരിൽ ന്യായപ്രമാണം അറിയാവുന്ന ഒരുവൻ തന്നെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഗുരു, ന്യായപ്രമാണത്തിൽ വലിയ കൽപ്പന ഏതാകുന്നു? യേശു അവനോട്, നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം. ഇതാകുന്നു പ്രഥമവും പ്രധാനവുമായ കൽപ്പന. ഇതിനോട് തുല്യമായി രണ്ടാമത്തേത്, നീ നിന്നെ എന്ന പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നുള്ളതാകുന്നു. ഈ രണ്ട് കൽപ്പനകളിൽ ന്യായപ്രമാണവും ദീർഘദർശികളും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം പരീശന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരോട്, മശിഹായെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? അവൻ ആരുടെ പുത്രനാകുന്നു എന്ന് ചോദിച്ചു. ദാവീദിന്റെ പുത്രൻ എന്ന് അവർ തന്നോട് പറഞ്ഞു. താൻ അവരോട്, ദാവീദ് ആത്മാവ് മൂലം അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? അതായത്, നിന്റെ ശത്രുക്കളെ ഞാൻ നിന്റെ പാദത്തിൻ കീഴെ പീഠമാക്കി വയ്ക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് കർത്താവിൻ്റെ കർത്താവിനോട് പറഞ്ഞു എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആകയാൽ ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ അവൻ അവൻ്റെ പുത്രനാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. തന്നോട് മറുപടി പറയുവാൻ ആർക്കും കഴിഞ്ഞില്ല. ആ ദിവസം മുതൽ തന്നോട് ചോദ്യം ചോദിപ്പാൻ ആരും ധൈര്യപ്പെട്ടതുമില്ല. ആമേൻ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ.